പുല്ലേ കാക്കിയിട്ടവന്റെ നേരെ കൈ ഒങ്ങിയാൽ തനിക്കൊന്നും നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് പൊട്ടി ചോര ഒലിച്ചു നിന്നാലും തനിക്കൊന്നും നോവില്ല. തൻ്റെ മുന്നിൽ വെച്ച് ഈ പരമ പുള്ളന്റെ ദേഹത്തൊന്ന് തൊട്ടപ്പം തനിക്കൊക്കെ നൊന്തു. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 3 നേരം മൃഷ്ടാന്നം വെട്ടി വിഴുങ്ങി ഏമ്പക്കവും ഇട്ട് അവൻ്റെയൊക്കെ ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന തന്നെയും ഇവനെയും പോലുള്ള പരമ ചെറ്റകൾക്ക് ആ പേര് ചേരൂ. എനിക്കത് ചേരില്ല. ഐ ആം ഭരത്ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. താങ്ക് യു. അദ്ദേഹത്തിന് തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായ മറ്റൊരു ശബ്ദം കൂടെ നമുക്ക് നോക്കാം. പത്രം എന്ന ചിത്രത്തിലെ ഒരു കുറച്ചുകൂടെ വ്യത്യസ്തമായ മറ്റൊരു ശബ്ദം. മക്കളെ നെഞ്ചോടടുക്കി പിടിച്ചും മന്ത്രി പൊങ്കുവന്മാരുടെ സഞ്ചാരപഥങ്ങളിലും ജില്ലാ കളക്ടർമാരടക്കമുള്ള തൊക്കിടി സായിപ്പിന്റെ ബംഗ്ലാവ് പടിക്കലും ചെന്ന് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കേഴുന്ന നിരാലംബരായ അമ്മമാരുടെ കണ്ണീരിന്റെ കഥയാവണം വാർത്ത. സോമിസ്റ്റാർ കുരുവിത്തടം ഹൗദക്കുട്ടിച്ചായന്റെ നേർപ്പെങ്ങട കഴുത്തിൽ അബദ്ധത്തിൽ മിന്നുകെട്ടിപ്പോയി എന്നുള്ളതും വലിയ വലിയ ഏമാന്മാരടക്കമുള്ളവരുടെ അങ്ങുവരെ കയറി ചെന്ന് കാശ് സമ്പാദിക്കലും മാത്രമാവരുത് ജീവിതം. ഇതുപോലെ കസേരയിൽ മലന്ന് കിടക്കുന്നവന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഇത്രയും പറഞ്ഞപ്പം തനിക്കെന്നോട് പ്രണയ. താങ്ക് യു.